തമിഴിലുള്ള പണ്ണലുകളൊന്നും പോരാഞ്ഞിട്ട് ഹിന്ദിയിൽ പോയി സല്ലൂബായിനെ വെച്ച് മുരുകദോസ് പണ്ണിയ മഹാഗുണ്ടാണ് സിക്കന്ദർ. സിനിമയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നന്മമരമായ ഒരു രായാവിന്റെ കഥയാണ് സിനിമ പറയുന്നത്. രാജ്കോട്ടയിലെ രായാവ്. സിനിമ തുടങ്ങുന്നത് ഒരു ഫ്ലൈറ്റിനകത്താണ്. ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു വ്യാളിപ്പയിൽ അവിടെയുള്ള ഒരു ലേഡിയെ അബ്യൂസ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മുടെ അണ്ണ ഇടപെടും. അണ്ണ ഇടപെട്ടിട്ട് പിന്നെ അടിക്കാൻ നിൽക്കും. ഈ സമയത്ത് നമ്മുടെ ഫ്ലൈറ്റിലെ എയർ ഹോസ്റ്റസ് കാണും. എന്നിട്ട് അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള എയർ ഹോസ്റ്റസ് നേരെ പോയിട്ട് ഫ്ലൈറ്റിലുള്ളവരോട് അനൗൺസ് ചെയ്യും, ടർബുലൻസ് വരുന്നുണ്ട്, എല്ലാവരും പിടിച്ചിരുന്നു. എന്താ റെസ്പോൺസിബിലിറ്റി. അത് കഴിഞ്ഞ് അണ്ണൻ ഇവനെയൊക്കെ പഞ്ഞിക്കിടും. അത് കഴിഞ്ഞിട്ട് അണ്ണൻ ഇവനെ കൊണ്ട് ആ ലേഡിയുടെ കാല് പിടിപ്പിക്കും. ഈ അടിയൊക്കെ കഴിയുമ്പോൾ എയർ ഹോസ്റ്റ് വീണ്ടും പോയിട്ട് പറയും ടർബുലൻസ് കഴിഞ്ഞു, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നേരെ പോണത് നമ്മുടെ മുംബൈയിലേക്കാണ്. മുംബൈയിലെ ഏതോ ഒരു മിനിസ്റ്ററിന്റെ മോനാണ് ഈ വ്യാളി. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഇങ്ങനെ കന്നന്തിരിവ് കാണിക്കുന്നവന്മാർ ഒന്നെങ്കിൽ ഏതെങ്കിലും മന്ത്രിയുടെ മോനായിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സുകാരന്റെ മോനായിരിക്കും. അതങ്ങനെ വരുള്ളൂ. അപ്പം ഇവനെ അടിച്ചെന്നും പറഞ്ഞിട്ട് ഈ അടിച്ചവനെ പിടിക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരനായ പ്രകാശിനെ നമ്മുടെ ഈ മന്ത്രി രാജ്കോട്ടയിലേക്ക് വിടും. പോലീസുകാരൻ രാജ്കോട്ടയിൽ നമ്മുടെ അണ്ണന്റെ വീട്ടിലെത്തുമ്പോൾ മനസ്സിലാവണത് അണ്ണ രാജ്കോട്ടയിലെ രായാവാണെന്ന്. അപ്പൊ ഈ രായാവിനെ പിടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറും. പക്ഷെ രായാവ് അവിടെ ഇല്ല. പകരം പറഞ്ഞത് രായാവിന്റെ റാണിയായ നമ്മുടെ രശ്മിക അണ്ണിയാണ്. അപ്പൊ അണ്ണി വന്നിട്ട് പറയും അണ്ണനെ പിടിക്കാൻ വേണ്ടി ഇവന്മാരെല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുത്ത സമയത്ത് അണ്ണ ഇവന്മാരെ കാണാൻ വേണ്ടി അങ്ങോട്ട് കെട്ടിയെടുത്തു. തേണ്ട അടക്കും ചട്ടിയെങ്കിലും. അപ്പൊ അവന്മാർ ഇവിടെ വന്ന് അണ്ണിയെ കണ്ടിട്ട് വെറുതെ പട്ടിച്ചന്തയ്ക്ക് പോലെ തിരിച്ചു പോകും. അപ്പൊ അണ്ണി ഒരു മാസം ഡയലോഗ് അടിക്കും, ഞങ്ങളുടെ വണ്ടി പൊക്കോ, നിങ്ങളുടെ വണ്ടി സേഫ് അല്ലാന്ന്. അപ്പൊ ഈ പോലീസുകാരൻ പറയും ഒന്ന് പൊടി കൊണ്ടുമ്പോളെ, പോലീസ് വണ്ടിയാണ് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞിട്ട് അണ്ണൻ പുറത്തോട്ട് പോയി നോക്കുമ്പോൾ മറ്റേ കൊച്ചു പിള്ളേർക്ക് കളിപ്പാട്ടൊക്കെ കിട്ടുമ്പോൾ ഇവർ അതിനെ പറിച്ചു നോക്കുമല്ലോ. അതുപോലെ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ യുവന്മാരുടെ പോലീസ് വണ്ടിയെ പിച്ച് ചീന്തിട്ടേക്കുന്നത്. എന്തോന്നിടേ ഇത്, ഒരുമാതിരി പശത്തുലി തുലിക്കുന്ന പോലെയാ പോലീസ് വണ്ടിയെ പിച്ച് ചീന്തിട്ടേക്കുന്നത്. എന്നിട്ട് ഈ വീട് തൊട്ട് പോലീസ് സ്റ്റേഷൻ വരെ ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കുക. ഈ ഇന്ത്യയിലുള്ള മൊത്തം ആൾക്കാരെ ജൂനിയർ ആർട്ടിസ്റ്റ് വിളിച്ചു എന്നതാണ്. അത് കഴിഞ്ഞ് ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ നമ്മുടെ കിങ് അണ്ണൻ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച. എന്നിട്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥനൊക്കെ വന്ന് നമ്മുടെ പോലീസുകാരനെ വാൺ ചെയ്യും, നീ എന്തിനാണ് ഇയാളെ പിടിക്കാൻ പോയത്, ഞങ്ങളോടൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തുകൂടെ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ പോലീസുകാരൻ്റെ ഈഗോ ഹട്ട് ചെയ്യും. കിങ് അണ്ണൻ വന്ന് പോലീസുകാരനോട് കുറച്ച് മാസം ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങിപ്പോകും. അവിടെ നിന്ന് നേരെ പോണത് അണ്ണന്റെ അണ്ണിയുടെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. പിന്നെ ഒരു ഊളപ്പാട്ടും കുറെ ഊള ഡാൻസും. അടുത്ത നമ്മുടെ അണ്ണനും അണ്ണിയും പോണത് ഒരു കല്യാണത്തിനോട്ടാണ്. അപ്പോൾ ഇത് സംഭവം ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. ഈ കല്യാണത്തിന്റെ പന്തലിട്ടേക്കണം നമ്മുടെ KGF-ന്റെ സെറ്റിനകത്താണ്. അവിടെ വെച്ച് അണ്ണനും അണ്ണി ഇവർക്ക് ഡാൻസ് കളിക്കും, ആഹാരമൊക്കെ കളയും കൊടുക്കും. അത് കഴിഞ്ഞ് ഇവർ പോകാൻ പോകുമ്പോൾ അണ്ണിക്കൊരു ഫോൺ കോൾ വരും. നമ്മുടെ പോലീസുകാരൻ വിളിച്ചിട്ട് പറയും അണ്ണനെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ നിൽക്കുക, ഡേഞ്ചർ ആണെന്ന്. അപ്പോൾ ഈ പൊട്ടിക്കാളി ഇയാളോട് പറയാതെ എന്ത് ചെയ്യും, ഇവള് ഇയാളുടെ കൂടെ വണ്ടി കയറി പോകും. എന്നിട്ട് വണ്ടിക്കകത്തിരുന്നിട്ട് അണ്ണന്റെ ശിൽബന്ധിയായ ഒരുത്തിന് മെസ്സേജ് അയക്കും അണ്ണനെ കൊല്ലാൻ ആൾക്കാർ വരുന്നത്. ഈ വണ്ടി നിനക്ക് ആദ്യം ഇത് ഇവനോടൊക്കെ പറഞ്ഞാൽ പോരെ, ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ. അത് കഴിഞ്ഞൊരു റെയിൽ ക്രോസിൽ വെച്ച് ഇവര് സ്റ്റോപ്പ് ആവും. ഈ സമയത്ത് അണ്ണനെ കൊല്ലാൻ ആൾക്കാർ വരും. അപ്പോൾ ഇതിനിടയ്ക്ക് അണ്ണി ഉറങ്ങിക്കൊണ്ട് മെസ്സേജ് അയക്കുകയാണ്. പണ്ണം വന്ന് അണ്ണി ഉറങ്ങുകയാണ്, ആരും ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞിട്ട് ഇവന്മാരടിച്ചിടും. ഇവന്മാർ തോക്കം കൊണ്ട് വരും. തോക്കം കൊണ്ട് വരുമ്പോൾ ദേ പിറകിൽ നാട്ടുകാർ ഫുള്ള് തോക്കം വെച്ചോണ്ടിരിക്കണം. പക്ഷെ ഇത്രയും ആൾക്കാർ റൗണ്ടിൽ നിന്നിട്ടും അണ്ണനെ അവരാരെയും കാണുന്നില്ല. അത് അണ്ണിയുടെ സ്കില്ലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇവരെ കണ്ട് പേടിച്ചിട്ട് ഇവന്മാർ തിരിച്ചു പോകും. അണ്ണനും അണ്ണിയും കൂടെ വീട്ടിൽ പോകും. എന്താ പെയർ, ഇതാണ് പറയുന്നത് പെർഫെക്റ്റ് പെയർ എന്നൊക്കെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അണ്ണി ഒരു പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ഈ പെയിന്റിങ് അണ്ണനെ കാണിക്കട്ടെ എന്ന് ചോദിക്കും. അണ്ണൻ പറയും എടുത്തോണ്ട് വന്നു പറയും. അണ്ണി പോയിട്ട് പെയിന്റിങ് എടുത്തോണ്ട് വരുമ്പോൾ അണ്ണൻ ദേവാണ് അടുത്ത മീറ്റിംഗ് എന്നും പറഞ്ഞു പോയി. അപ്പൊ അണ്ണി ഡെസ്പ് ആവും. ഈ നമ്മുടെ വേലക്കാരി വന്നിട്ട് കുറച്ച് എരി കയറ്റി കൊടുക്കും. എല്ലായിടത്തും കാണും ഇതുപോലത്തെ കുറെ കുരുട്ടുകൾ. അത് കഴിഞ്ഞ് ഈ വേലക്കാരി തന്നെ പോയിട്ട് അണ്ണനോട് പറയും നാളെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. അപ്പൊ അണ്ണൻ പിറ്റേ ദിവസം അണ്ണിക്ക് സെലിബ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു ഡ്രോൺ ഷോ തന്നെ അങ്ങ് നടത്തും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോണത് മിനിസ്റ്ററിന്റെ മോന്റെ, അത് നേരത്തെ ഫസ്റ്റ് കാണിച്ച വ്യാളി പയലിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ഈ ബർത്ത്ഡേ സെലിബ്രേഷനിൽ അവന്റെ ഹാപ്പി ബർത്ത്ഡേ അർജുൻ എന്നുള്ള ഹാഷ്ടാഗ് ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞാൽ വരും. ഇതേ സമയത്ത് തന്നെ അവൻ ഫ്ലൈറ്റിൽ വെച്ച് മറ്റേ ലേഡിയുടെ കാല് പിടിക്കുന്ന വീഡിയോ അങ്ങ് വൈറലാവും. അപ്പൊ അണ്ണന് ഫുള്ള് കലിപ്പായി, ഇവൻ എന്തേലും ഇയാളെ കൊല്ലണം. അപ്പൊ ഇയാളെ കൊല്ലാനുള്ള കാര്യം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അണ്ണി പ്രഗ്നന്റ് ആണ്. ആയിട്ട് അണ്ണി ഈ കാര്യം അണ്ണനോട് പറയാൻ വേണ്ടി പറഞ്ഞ സമയത്ത് പുറത്തുനിന്ന് ഒരു നിലവിളി എട്ടണം പുറത്തോട്ട് പോകുമ്പോൾ കോറിയുടെ മാനേജർ പഞ്ചാബിൽ എക്സ്പ്ലോഷൻ നടന്ന തീവ്രവാദിക്ക് എക്സ്പ്ലോസീവ് മറച്ചു വിറ്റു. ഇവിടെ ഏത് ദാരിദ്ര്യം പിടിച്ച തീവ്രവാദിയാണ് കോറി എന്നൊക്കെ എക്സ്പ്ലോസീവ് മേടിച്ചിട്ട് പോയിട്ട് ബോംബ് സ്ഫോടനം നടത്തണേ. അണ്ണ ഇയാളെ രണ്ടടിയൊക്കെ അടിച്ചിട്ട് ഇയാളെ പറഞ്ഞു വിടും. അപ്പൊ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് മറ്റേ മന്ത്രിയുടെ ആൾക്കാർ വരും. ഇയാളെ കൊന്നിട്ട് ഈ ബോംബ് സ്ഫോടനം നമ്മുടെ അണ്ണനെ തലയ്ക്കണം. അപ്പൊ അണ്ണൻ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഇതേ സമയത്ത് പോലീസുകാരൻ അണ്ണിയെ വിളിച്ച് പറയും ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, രക്ഷപ്പെട്ടു പോകുന്നു. അപ്പൊ അണ്ണി ഒരു കാർ ഓടിച്ച് അണ്ണന്റെ പിറകെ പോകും. അവിടെ വെച്ച് അണ്ണന്മാരെയൊക്കെ ഇടിച്ചിട്ട് ഇയാൾ രക്ഷിക്കും. ഈ സമയത്ത് ആരോ ഒരു പാറയിൽ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബോംബ് പൊട്ടുമ്പോൾ ഏതോ ഒരു ചീള എവിടെന്നോ പറന്നു അണ്ണിയുടെ ദേഹത്തോളും. പക്ഷെ ഈ പൊണ്ണുമ്പുള്ള നേരത്തെ മറ്റേ കൊല്ലാൻ ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്നില്ല. അതുപോലെ ഈ ഇത് കയറിയ കാര്യം സർപ്രൈസ് ആയിട്ട് വെക്കും. അണ്ണനോട് പറയൂല. അണ്ണൻ കാറിൽ കയറി മറ്റവനെ ഒളിപ്പിക്കാൻ വേണ്ടി പോകും. അണ്ണൻ വീട്ടിലേക്കും പോകും. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച സംഭവം നടക്കണം. തിങ്കളാഴ്ച കോടതിയിൽ ഈ കോറി മാനേജറിനെ കാണിക്കണം. അപ്പൊ അതുവരെ അണ്ണ ഒളിവിലാണ്, അണ്ണി ഹോസ്പിറ്റലിലുമാണ്. അത് കഴിഞ്ഞ് അണ്ണൻ തിങ്കളാഴ്ച കോടതിയിൽ അയാളെ സമർപ്പിച്ച് തിരിച്ചു പറഞ്ഞ വഴിക്ക് നാട്ടുകാർ മൊത്തം ഓടിക്കൂടും. എന്തിനാ, അണ്ണി മരിച്ചു.
സ്വന്തം ഭാര്യ മരിച്ചത് നാട്ടിലുള്ള ജനങ്ങൾ മൊത്തം അറിഞ്ഞിട്ടും ഈ പൊട്ടൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അണ്ണി മരിച്ചു, ഇയാൾ തിരിച്ചു വന്ന്. പിന്നെ കുറെ സെന്റിമെന്റ് ആണ്. അതിനൊരു ഡോക്ടർ വന്നിട്ട് പറയും അണ്ണി ഓർഗൻ ഡൊണേഷൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അണ്ണിയുടെ ലെങ്സും ഐസും ഹാർട്ടും ആർക്കൊക്കെയോ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഇത് കഴിഞ്ഞ് വീണ്ടും അണ്ണന്റെ കുറെ ഫ്ലാഷ് ബാക്കും സെന്റിമെന്റ് ഒക്കെയാണ്. അങ്ങനെ ആ സെന്റിമെന്റ് ഡ്രാമയൊക്കെ കഴിഞ്ഞിട്ട് ഓർഗൻ മേടിച്ച ആൾക്കാരെ തിരക്കി അണ്ണൻ ട്രെയിനിൽ പോകും. കേറ്റ് പോലും കൊടുക്കാതെ അണ്ണനുള്ള ശിൽബന്തികളും ട്രെയിനിൽ കയറി പോകും. ഇതെന്തോടെ അമ്മായി വീട്ടിൽ പോകണം. അങ്ങനെ പോയിട്ട് മുംബൈ ചെന്നിട്ട് അണ്ണൻ ഓരോരുത്തരായിട്ട് കാണാൻ തുടങ്ങും. ആദ്യം ലെങ്സ് കൊടുത്ത പയ്യനെയാണ് കാണുന്നത്. ഈ പയ്യൻ താമസിക്കുന്നത് ഒരു മാലിന്യ കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ പോയിട്ട് അണ്ണൻ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരുടെ സ്ഥലം മൊത്തം മേടിക്കും. അവിടെയുള്ള പിള്ളേരെ കൊണ്ടുപോയി അവർക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് കണ്ണ് മേടിച്ച ആളുടെ അടുത്തേക്ക് പോകും. അത് നമ്മുടെ കാജറാണ്. അവിടെ പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ തീർക്കും. അത് കഴിഞ്ഞ് ഹാർട്ട് കൊടുത്ത അടുത്തേക്ക് പോകും. ആ ഹാർട്ട് മേടിച്ച പെൺകുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. പുള്ളിക്കാരിയുടെ ഹാർട്ട് ബീറ്റ് ലോ ആയി. അപ്പം അണ്ണൻ ഒരു സ്വാമിജിയുടെ ഒക്കെ വേഷമൊക്കെ കെട്ടി അകത്തേക്ക് പോകും. അപ്പം ഞാൻ വിചാരിച്ച് സാധാരണ സിനിമയിൽ കാണുന്ന അണ്ണനെ കാണുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടി പെണ്ണുമ്പോൾ രക്ഷപ്പെടുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. അണ്ണൻ എവിടെയുള്ള ഏതൊരു ഡോക്ടറിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവിടെയുള്ള ഡോക്ടർമാരെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യിച്ച് ആ പെൺകുട്ടിയെ വിജയകരമായി രക്ഷിച്ചിരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് അണ്ണനൊക്കെ വന്ന കാര്യമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി പോകുമ്പോൾ നേരത്തെ പറഞ്ഞ മറ്റേ ആ മന്ത്രിയുടെ ജാഥയപ്പെടും. ഈ ജാഥയിൽ വെച്ചിട്ട് ഒരു പോലീസുകാരൻ അണ്ണനെ കാണും. എന്നിട്ട് അണ്ണനെ കണ്ടു എന്ന് പറഞ്ഞ് മറ്റവനെ വിളിച്ച് പറയും. അപ്പോൾ ഈ വാലിപ്പോയിൽ അണ്ണനെ കൊല്ലാൻ വേണ്ടി വണ്ടി എടുത്ത് വരും. ഈ ചെവന്മാർ ചേസ് ചെയ്തിട്ട് മറ്റേ പെട്രോൾ നിറച്ച കുപ്പിയൊക്കെ വാരി എറിയും. ഒരു കുപ്പി സ്വന്തമായിട്ട് കാറിലോട്ടിട്ട് ഇവന്മാരെ കാറിൽ ഇത് പൊട്ടിത്തെറിച്ച് ചാവും. അപ്പോൾ ഈ മന്ത്രി വിചാരിക്കും അണ്ണൻ കൊന്നു. എന്നിട്ട് അണ്ണൻ എങ്ങനെയൊക്കെയോ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറുമ്പോൾ മന്ത്രി വിളിച്ചിട്ട് പറയും നീ ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ ഭാര്യയുടെ ഓർഗൻസ് മേടിച്ചവരെ ഞാൻ കൊല്ലുന്നു. അപ്പോൾ ആ ഓർഗൻസ് മേടിച്ച ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അണ്ണൻ ചെയിൻ്റെ ട്രെയിനും വലിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അവിടെ നിന്ന് നടന്ന് നേരത്തെ കണ്ട് ലെങ്സ് കൊടുത്ത പയ്യൻ്റെ അടുത്തെത്തും. അവിടെ ആൾക്കാർ ആരെയൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ ഇടിച്ചിട്ട് അണ്ണ അവരെ രക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് കാജലിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കും. അത് കഴിഞ്ഞ് മറ്റേ പെൺപിള്ളേരുടെ അടുത്ത് പോയിട്ട് ആ പെൺകുട്ടിയുടെ റിലേഷൻഷിപ്പ് എന്തോ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തീർക്കും. അങ്ങനെ അണ്ണൻ മൊത്തത്തിൽ നന്മ മരം കളിക്കും. അണ്ണൻ പൈസയൊക്കെ വാരി എറിയും. കോടികൾക്കൊന്നും ഒരു കണക്കൂല. ഈ മറ്റേ സ്ലം മേടിക്കാൻ വേണ്ടിയിട്ട് 500 കോടിയൊക്കെയാണ് വാരി എറിയണത്. അപ്പോൾ അണ്ണനെ നന്മകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അണ്ണൻ തീവ്രവാദിയാണെന്ന് എങ്ങനെയൊക്കെ എല്ലാവരും അറിയും. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ സംശയത്തിൽ നിൽക്കുമ്പോൾ ഈ ഹാർട്ട് മേടിച്ചാളും ലങ്സ് മേടിച്ചാളും മൈ മേടിച്ചാളും ഒക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അറിയും അണ്ണൻ രാജ്കോട്ടയിലെ രാജാവാണെന്ന്. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം ഈ ചെറുക്കൻ ഹോസ്പിറ്റലിലാവും. അപ്പോൾ ഈ ചെറുക്കൻ ഹോസ്പിറ്റലാവുന്ന ദിവസം തന്നെ ഇവരെ 3 പേരെയും കൊല്ലാൻ വേണ്ടിയിട്ട് മന്തി ആൾക്കാരായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ അണ്ണൻ ഇവരെല്ലാവരെയും ഈ 3 പേരെയും ഹോസ്പിറ്റലിൽ എത്തിക്കും. ഇവർ മാത്രമല്ല ഇവരുടെ കുടുംബം നാട്ടുകാരും ആ സിനിമയിൽ മുംബൈയിലുള്ള കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പം അണ്ണൻ ഈ സമയത്ത് ഈ ചെറുക്കൻ്റെ ഹോസ്പിറ്റലിൽ ഈ ചെറുക്കൻ്റെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് ഒരു ഡോക്ടറെ വരുന്നുണ്ട്. ഈ ഡോക്ടറെ പിക്ക് ചെയ്യാൻ വേണ്ടി അണ്ണൻ എയർപോർട്ടിലേക്ക് പോകും. ഈ സമയത്ത് വില്ലന്മാർ നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് കയറും. അപ്പോൾ ഈ നമ്മുടെ അണ്ണൻ്റെ ശിൽബന്തികൾ അണ്ണനെ വിളിച്ച് പറയും അണ്ണ ഇവിടെ 200 പേര് വന്നിട്ടുണ്ടെന്ന് പറയും. പണം പറയും 200 അല്ല 500 പേരുണ്ടെങ്കിൽ ഞാൻ വരുന്നവരെ നീയൊക്കെ ചത്ത് നിന്നോ, ഞാൻ വന്നിട്ട് അവന്മാരൊക്കെ കൊന്നോളാന്ന് പറയും. എന്നിട്ട് അണ്ണൻ അവിടെ നിന്ന് മറ്റേ അംബാസഡർ കാറിൽ ഫോർമുല 1 റേസിംഗും കളിച്ച് ഹോസ്പിറ്റലിലെത്തും. അണ്ണൻ്റെ ആൾക്കാരൊക്കെ വീണ് പിന്നെ അണ്ണ ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കും. അണ്ണ അടിക്കുന്നിട്ട് അവന്മാർ എണീക്കും. എന്നിട്ട് അവന്മാരെല്ലാം കൂടെ അവന്മാരെ കൊല്ലും. എന്നിട്ട് ഈ ആൾക്കാരെല്ലാവരും രക്ഷിക്കും. കേരളം രക്ഷിച്ചിട്ട് അണ്ണൻ നേരെ പോകുന്നത് നമ്മുടെ മന്ത്രിയുടെ അടുത്തേക്കാണ്. മന്ത്രിയുടെ അടുത്ത് പോയിട്ട് മന്ത്രിക്ക് നല്ല കൊട്ട് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ പോലീസുകാരെ വീണ്ടും അണ്ണനെ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിനാണ് ഹോസ്പിറ്റലിൽ വെച്ച് കുറേ പേരൊക്കെ ഒന്ന് മന്ത്രിയും പോയി കൊല്ലാൻ നോക്കി. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വരും. അണ്ണ ഓക്കെ ഇന്ന് അറസ്റ്റ് ചെയ്തോ, ഡു യുവർ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് മാസം കഴിഞ്ഞ് നടന്നു വരുമ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ടതുപോലെ അതേ വീണ്ടും കളിപ്പാട്ടം പോലെ പോലീസിന്റെ കാറിനെ പിച്ച് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രായക്കോട്ടയിലെ രായവിനൊക്കെയാണ് ഇവന്മാർ രായക്കോട്ടയിൽ നിന്ന് ഇവിടെ വന്നത്. പക്ഷെ അല്ല, അത് മുംബൈയിലെ ആൾക്കാരാണ്. കാരണം അണ്ണ അവിടുത്തെ നന്മമരമായി. അപ്പോൾ അണ്ണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുംബൈയിലെ ആൾക്കാർ മൊത്തം തിരിച്ചു വന്ന് പോലീസുകാർ തല താഴ്ത്തി തിരിച്ചു പോവുകയാണ് ഗൈസ്. അങ്ങനെ അണ്ണൻ നന്മമരമാകുന്നത് കൂടി നമ്മുടെ സിനിമ അവസാനിക്കുകയാണ് ഗൈസ്. സിനിമ മറ്റേ ഇമോഷണലായിട്ട് കൊണ്ട് നിർത്തിയിട്ട് ലാസ്റ്റ് തീരുമ്പോൾ നമ്മുടെ അണ്ണൻ്റെ അണ്ണയുടെ വീണ്ടും ഒരു ഐറ്റം ഡാൻസ്. ഇവിടെ എന്ത് തേങ്ങയൊക്കെ കാണിച്ചു വെച്ചേക്കണേ.